ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേന്ദ്രത്തിൽ ബി.ജെ.പി. വിജയക്കൊടി പാറിച്ചെങ്കിലും അവർക്കുള്ള തിരിച്ചടി ഇന്നും തുടരുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന ചില തന്ത്രങ്ങൾക്ക് മീതെ ഇനി ബി.ജെ.പി. സഖ്യം നേരിട്ടിറങ്ങിയാൽ പോലും രക്ഷയില്ല. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം മുതൽ ബി.ജെ.പിക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ച്. അത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട്, അരവിന്ദ് കെജ്രിവാൾ കേസും, എന്തിനേറെ പറയുന്നു യൂട്യൂബറായ ധ്രുവ് റാട്ടി എന്ന ചെറുപ്പക്കാരൻ നിരത്തിവെച്ച ബി.ജെ.പിയുടെ കള്ളത്തരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ബി.ജെ.പിയുടെ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത്. ഈ കലഹമെല്ലാം കഴിഞ്ഞ് ബി.ജെ.പി. അധികാരത്തിൽ വന്നെങ്കിലും ഇപ്പോഴും ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബംഗാളിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി വീണ്ടും നേരിട്ടിരിക്കുകയാണ്. ഈ കൂച്ച് ബിഹാറിൽ ബി.ജെ.പിയുടെ 130 പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന വാർത്തയാണ് വരുന്നത്. ഈ കൂച്ച് ബിഹാറിൽ 128 പഞ്ചായത്തുകളിൽ 104ഇടത്ത് TMCയും 24ഇടത്ത് ബി.ജെ.പിയുമാണ് അധികാരത്തിൽ എത്തിയിരുന്നത്. അതാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. ഇതുവരെ 130 പഞ്ചായത്ത് അംഗങ്ങൾ ബി.ജെ.പി. വിട്ട് TMCയിൽ ചേർന്നുവെന്നും ഇനിയും നിരവധി പേർ ചേരുമെന്നാണ് TMC അവകാശപ്പെടുന്നത്. ഇതാണ് ബി.ജെ.പിക്ക് ഇപ്പോൾ തലവേദനയാകുന്നത്. ഈ ബി.ജെ.പിയുടെ അംഗബലം കുറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. മമതയുടെ അധീനതയിലുള്ള ബംഗാളിൽ ആ ഒരു ബി.ജെ.പിക്ക് അവിടെ അങ്ങനെ ഒരു ഇടം ഉണ്ടായിരുന്നെങ്കിലും കാര്യത്തോട് അടുക്കുന്തോറും അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. 130 പേർ ബി.ജെ.പി. വിട്ട് എന്ന് പറയുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറിയ കാര്യമല്ല. അതുകൂടി വീണ്ടും ഒരു വലിയ പരാജയത്തിലേക്ക് നടത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് പ്രതിപക്ഷ പാർട്ടികൾ കൊട്ടി ആഘോഷിക്കുകയാണ് അവർക്കുള്ള വലിയൊരു നേട്ടം. അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ നേട്ടം അത്ര ചെറുതല്ലായിരുന്നു. ഈ ഒരു ലോക്സഭ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അത് വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല, അവർ ഒറ്റക്കെട്ടായി ബി.ജെ.പിയുടെ ഭൂരിപക്ഷത്തിൽ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ ഒരു ഭൂരിപക്ഷം കുറയുന്നതിലേറെ പങ്കുവഹിച്ചത് ഇവർ തന്നെയാണ്. എന്തു തന്നെയായാലും ഇതെല്ലാം നടക്കുമ്പോഴും ബി.ജെ.പിയുടെ ആരോപണം മറ്റൊന്നാണ്. അതായത് അധികാരം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പഞ്ചായത്ത് അംഗങ്ങളെ പാർട്ടി മാറ്റുകയാണെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം എന്ന് പറയുന്നത്. ഈ പഞ്ചായത്ത് അംഗങ്ങളുടെ പാർട്ടി മാറ്റം തടയാൻ ബി.ജെ.പി. നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാൻ കഴിയാത്ത ബി.ജെ.പി. കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ഇത് ബംഗാളിൽ വലിയ നേട്ടമൊന്നും ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാന ഘട്ടത്തിൽ ഒരു ബൗളർ അടിക്കുന്ന പോലെയായിരുന്നു മമതാ ബാനർജി രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നത്, അതായത് പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം ചേർന്ന് നിന്നത്. ഇത് ബി.ജെ.പിക്ക് വല്ലാത്തൊരു വ്യസന്യം തന്നെ കൊണ്ടുവന്നിരുന്നു. കൂച്ച് ബിഹാറിൽ ജില്ലാ ഓഫീസിൽ TMC ഓഫീസിൽ തൃണമൂൽ പതാക ഉയർത്തി ജില്ലാ പ്രസിഡന്റ്, അതായത് TMC പ്രസിഡന്റ് അഭിജിത്ത് D.K. ഭൗമിക് ആണ് ബി.ജെ.പി. പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വികസന സംരംഭങ്ങളിൽ പങ്കെടുക്കാൻ കൂച്ച് ബിഹാറിലെ ബി.ജെ.പി. പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂലിൽ ചേരുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതും സ്വീകരിച്ചതുമെല്ലാം. ഈ ബി.ജെ.പി. അംഗങ്ങളെ ഇവിടെ വിട്ടുചേർന്നതും വലിയ രീതിയിലുള്ള വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ അഭിജിത്ത് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, 2026 നിയമസഭ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ബി.ജെ.പിക്ക് അവിടെ ഒരു ശൂന്യമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇതോടെ ബംഗാളിൽ തിളങ്ങുന്ന മമതയ്ക്ക് കുറച്ചുകൂടി പവർ കൂടിയെന്ന് വേണം പറയാൻ. എന്തു തന്നെയായാലും ഈ തിളക്കത്തിൽ മങ്ങലേൽപ്പിക്കാൻ കഴിയാത്ത വണ്ണം ബി.ജെ.പി. ഇടിഞ്ഞു കഴിഞ്ഞു.